പാരൻസിന് ചിലപ്പം ശരിയായിട്ടുള്ളൊരു രീതിയിൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും. അപ്പോഴായിരിക്കും ഗ്രാൻഡ് പാരൻസ് പറയുന്നത് അതിലൊന്നും വലിയ കാര്യമില്ല, കുഞ്ഞുങ്ങളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ വലുതാവുമ്പോൾ അങ്ങ് ശരിയായിക്കോളും, ഞങ്ങളൊക്കെ എത്ര എണ്ണത്തിനെ വളർത്തിയതാണ്, ഇങ്ങനത്തെ ക്ലീഷേ ഡയലോഗ്സ് ഒക്കെ വരുന്നത്. സത്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഫാമിലി കോൺഫ്ലിക്ട്സിൽ തന്നെ എത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുഞ്ഞ് ചെറുതായിട്ട് എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അമ്മ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വഴക്ക് പറയുകയോ ചെറുതായിട്ടൊന്ന് അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അതിനകത്ത് ഇൻവോൾവ് ആവും. എന്നിട്ട് അവർ മിക്കവാറും സപ്പോർട്ട് ചെയ്യുന്നത് കുട്ടിയായിരിക്കും. മാത്രമല്ല, കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് പാരൻസിനെ വഴക്ക് പറയുകയും ചെയ്യും. ഇതൊക്കെ സത്യത്തിൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുഞ്ഞിൻ്റെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷന് ഭയങ്കര ഡാമേജിങ് ആണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു അമ്മയും ഒരു കുഞ്ഞിനെയും ആദ്യത്തെ തവണയോ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് തവണകൾ മിസ്ബിഹേവ് ചെയ്യുമ്പം അവരെ അടിക്കാനോ വഴക്ക് പറയാനോ പോകുന്നില്ല. അവർ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തന്നെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചില കുട്ടികൾ അത് ആക്സെപ്റ്റ് ചെയ്യും, ചിലവരത് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് വേറെ രീതിയിൽ എങ്ങനെയാണ് അത് ശരിയാക്കേണ്ടതെന്നുള്ളത് പാരൻസിന് അറിയില്ല. അതുകൊണ്ട് അവർ ആ ചെയ്ത രീതി തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് പക്ഷെ കുട്ടികൾ എടുക്കുകയില്ല. ഇത് പോകെ പോകെ അമ്മമാരിൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും. പിന്നെ അവർ കുഞ്ഞു കാര്യങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് വീട്ടിൽ ബാക്കിയുള്ളവർ അത് നോട്ട് ചെയ്യുന്നതും മിക്കവാറും അമ്മമാരെ കുറ്റപ്പെടുത്തുന്നതും ഇവരുടെ രീതി കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആവുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻറ്റിങ് എന്നുള്ളത് ഒരു പാരൻറ്റോ അല്ലെങ്കിൽ ഒരു അച്ഛൻ അമ്മ മാത്രമോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. വീട്ടിൽ ആരൊക്കെയാണോ കുട്ടികളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത് അവരെല്ലാവരും ഒരേ സ്റ്റൈൽ കറക്റ്റ് പാരൻറ്റിങ് മെത്തേഡിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ മോഡിഫിക്കേഷനിൽ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ.